എല്ലാ മാസവും മിനിമം ഒരു 12ഓളം ഡാറ്റ നിങ്ങളുടെ മുന്നിൽ വരാത്ത ഒരു മാസം പോലും ഉണ്ടാവാൻ പാടില്ല. ഒരു ലാർജ് ഫേം ആണെങ്കിൽ അവിടെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവിടുത്തെ ഒരു പെർമനന്റ് സാലറീഡ് എംപ്ലോയി ആയിരിക്കും. ഒരു SME ആണെങ്കിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ ഓഡിറ്റർ ആയിരിക്കും. അപ്പൊ ഇയാൾ എന്താ ചെയ്യുന്നത്? ഒരുപാട് SMEകളുടെ വർക്കുകൾ എടുത്തിട്ട് ഇയാൾ ഓഡിറ്റ് ചെയ്യും. ഇയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം, ഒരുപാട് കമ്പനിക്ക് രജിസ്ട്രേഷൻ എടുക്കണം, ഒരുപാട് ഡോക്യുമെന്റേഷൻ വർക്ക് ചെയ്യണം. ഇന്ത്യയിലാണെങ്കിൽ ഇൻകം ടാക്സിന്റെ റിട്ടേൺസും അതിന്റെ ആനുവൽ റിട്ടേൺസും ഒക്കെ ഫയൽ ചെയ്യണം. GSTയുടെ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം. കമ്പനി രജിസ്ട്രാളിൽ അവിടെയും ആനുവൽ റിട്ടേൺസും ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം സബ്മിറ്റ് ചെയ്യണം. നിങ്ങളൊരു 100 കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ 100 കമ്പനിയുടെയും എല്ലാവരുടെയും ഡ്യൂ ഡേറ്റ് സെയിം ആണെന്നേ. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഡാറ്റ പോകുന്നതെല്ലാം ഒരു മാസം മുന്നെയാണ്. 100 കമ്പനിയുടെ ഡാറ്റ ഒരു മാസം മുന്നേ കിട്ടിയാൽ ഇതെല്ലാം കൂടി സ്റ്റാറ്റ്യൂട്ടറി വേയിൽ ഇതെല്ലാം കൂടി ഒന്ന് ഓർഡർ ആക്കണം. എന്നിട്ട് ഒരു ദിവസം പോലും ഡിലേ ആവാതെ നിങ്ങളുടെ റിട്ടേൺസ് എല്ലാം ഫയൽ ചെയ്യണം. ഈ പറയുന്ന ഇയാൾക്ക് നിങ്ങൾക്ക് വേണ്ട കൺസൾട്ടിങ് തരാൻ എവിടെയാ സമയം? ഇതാണ് റിയാലിറ്റി. നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് സ്പീഡിനെ ബൈ ചെയ്യാൻ പറ്റൂ. ട്രെയിനിങ്ങും കോച്ചിങ്ങും നിങ്ങൾക്ക് തരുന്നത് സ്പീഡിനെ ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ. കോമ്പറ്റീറ്റർ നമ്മളെക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വളരും. നമ്മളൊരു കാര്യം പഠിച്ചു വരുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഇപ്പുറത്തുള്ള കോമ്പറ്റീറ്റർ പുതിയ ടെക്നോളജി എടുത്ത് അപ്ലൈ ചെയ്യും. ഓരോ സ്കിൽ സെറ്റും നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക തന്നെ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സീക്രട്ടാണ് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്.